നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പഞ്ചമസ്കന്ധം 2-ാം അധ്യായം ശ്ലോകം 17 അല്ലേ? പഞ്ചമസ്കന്ധം അധ്യായം 2 ശ്ലോകം 17. നമസ്തേ സാർ. ശ്ലോകം 17. ശ്രീ ശുകൗവാചാം ഇതി ലലന അനയാതി വിശാരദോ ഗ്രന്ഥവൈദഗ്ധ്യയാ പരിഭാഷയാ താം വിബുധവധൂം വിബുധമതിഃ അത്ഭാജയാമാസാം. ഇതി ഇങ്ങനെ ലലന അനുനയ അതിവിശാരദ. ലലന സ്ത്രീന്ന്, സ്ത്രീകളെ അനുനയിപ്പിച്ച് വശംവദനാക്കുവാൻ അതിസമർത്ഥനായ രാജാവ്. ഇതി ലലന അനുനയ അതിവിശാരദൻ. അതിവിശാരദൻ ഏറ്റവും മിടുക്കൻ, സാമർഥ്യമുള്ള പണ്ഡിതൻ. എന്തിനാണ് ലലനകളെ, സ്ത്രീകളെ അനുനയിപ്പിക്കുന്നതിൽ അതിവിശാരദനായ രാജാവ് ഗ്രാമ്യ വൈദഗ്ധ്യ പരിഭാഷയാ, ഗ്രാമ്യ വൈദഗ്ധ്യമായ ഗ്രാമ്യ വിഷയങ്ങൾ അതിൽ വിദഗ്ധൻ, വിഷയഭോഗങ്ങളിൽ സമർത്ഥനായിരിക്കുന്ന ഗ്രാമ്യ വൈദഗ്ധ്യ, ഗ്രാമ്യങ്ങളായ വിഷയങ്ങൾ അനുഭവിക്കുന്നതിൽ വിദഗ്ധനായ പരിഭാഷയ രീതിയിലൂടെ, ഇവിടെ പരിഭാഷയ്ക്ക് രീതി എന്നാണ്, ആ രീതിയിലൂടെ താം വിബുധവധു, ആ ദേവവധുവിനെ, ആ ദേവസ്ത്രീയെ, വിബുധമതി, നല്ല ഉത്കൃഷ്ടമായ ബോധ്യവത്തായ ബുദ്ധിയുള്ളവരായ രാജാവ് അതിസഭാജയാമപ, ഫൽക്കരണങ്ങളെ കൊണ്ട് സ്വാധീനിച്ചു. സഭാജയാമാസ, സൽക്കാരപൂർവം സ്വീകരിച്ചു. അതിസഭാജയാമാസ, ധാരാളം സൽക്കാരങ്ങളാകുന്ന വാക്കുകൾ കൊണ്ട്, വസ്തുക്കൾ കൊണ്ട് സ്വാധീനിച്ചു. പൂർവ്വജിത്തിയ രാജാവ് ഇതുവരെ പറഞ്ഞ് അനുനയചതുരമായ നല്ല വാക്കുകളാൽ സ്വാധീനിച്ച് തന്റെ വശത്തിലാക്കി ഈ സ്ത്രീ. ഇതി ലലനാനയാതിവിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യ പരിഭാഷയാ താം വിബുധവധൂം വിബുധമതിരതി സഭാജയാമാസാം. ഇതി ലലനാനയാതിവിശാരദോ ഗ്രാമ്യവൈദഗ്ധ്യ പരിഭാഷയാ താം വിബുധവധൂം വിബുധമതിരതി സഭാജയാമാസാം. ഫാച തതസ്തസ്യ വീരയൂഥവതിർബുദ്ധിശീലരൂപവയശ്രിയ ഔദാര്യേണ പരാക്ഷതമനാസ്തേന സഹായുധായുധപരിവത്സരോപരക്ഷണം കാലം ജംബുദ്വീപവതിനാം ഭൗമസർഗഭോഗാൻ ഗോപികേ. ഫാച അവളാകട്ടെ, പുറത്യാകട്ടെ, തതഃ അനന്തരം തസ്യ അവന്റെ വീരയൂഥപതേ, വീരനായ സൈന്യാധിപതിയുടെ, യൂഥം സൈന്യം, സംഘം, കൂട്ടം, അതിന്റെ അധിപതിയായിരിക്കുന്ന വീര സൈന്യങ്ങളുടെ അധിപതിയായിരിക്കുന്ന ബുദ്ധിശീല രൂപവയ ശ്രീ ഔദാര്യേണ പരക്ഷുത്തമന, ബുദ്ധി കൊണ്ട്, ശീലം കൊണ്ട്, രൂപം കൊണ്ട്, പ്രായം കൊണ്ട്, ഐശ്വര്യം കൊണ്ട്, ഔദാര്യം, ഈ 6 ഗുണങ്ങളാൽ ബുദ്ധി, ശീല, രൂപ, വയ, ശ്രിയ, ഔദാര്യേണ, ഈ 6 ഗുണങ്ങളെ കൊണ്ട് പരാക്ഷിപ്താഹ, വശീകരിക്കപ്പെട്ടവർ.
മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെട്ടവരായ മനസ്സോടുകൂടിയവളായിട്ട് സഹ അയുധായുധ പരിവത്സരോപലക്ഷണം, അയുധായുധ പരിവത്സരക്കാലം 1000 വർഷങ്ങളോളം ഭൗമ സ്വർഗഭോഗാനും ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ ഭോഗങ്ങളെ ഉഭുജി അനുഭവിച്ചു. വിജാഗ്രനായ അഗ്നിധന്റെ ബുദ്ധിചാതുര്യം കൊണ്ട്, സ്വഭാവഗുണം കൊണ്ട്, രൂപലാവണ്യം കൊണ്ട്, യൗവനകാലം കൊണ്ട്, ഊർജസ്വലമായ ഐശ്വര്യം കൊണ്ട്, അപാരമായ ഔദാര്യം കൊണ്ട് മോഹിച്ചവളായ മനസ്സോടുകൂടിയ അപ്സര സ്ത്രീ ജംബുദ്വീപിന്റെ അധിപതിയായ ആ രാജാവിനോടൊപ്പം 10,000 സംവത്സരക്കാലം സ്വർഗത്തിലും ഭൂമിയിലും കിട്ടാവുന്ന എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കും. ബുദ്ധിശീലരൂപവൈശ്യൗദാര്യേണ പരാക്ഷിപ്തവനാസ്തേന മഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബുദ്വീപവതിനാം ഭൗമസ്വർഗഭോഗനുഭൂതിയേയും ബുദ്ധിശീല രൂപവയശ്രീ ഔദാര്യേണ പരാക്ഷിപ്തമനാസ്തേന സഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബുദ്വീപവതിനാം ഭൗമസ്വർഗഭോഗനുഭൂതിയേയും തതസ്തസ്യ വീരയൂഥവതേ ബുദ്ധിശീലരൂപവയശ്രീ ഔദാര്യേണ പരാക്ഷിപ്തമനാസ്തേന സഹായുധായുധ പരിവത്സരോപലക്ഷണം കാലം ജംബുദ്വീപവതിനാ ഭൗമസ്വർഗഭോഗൻ തസ്യാമു ഹവാ ആത്മജൻ സ രാജപരാഗ്നിത്വോ നാഭികിംബുർഹരിവർഷ ഇലാവൃതം രമ്യഗഹിരണ്മയ പുരുപുത്രാശ്വകേതുമാലസജ്ഞൻ നവപുത്രാൻ അജനയത്. തസ്യാം അവളിൽ ആവട്ടെ, തീർച്ചയായിട്ടും ആത്മജ പുത്രന്മാരെ, രാജവര ആ രാജവരനായ അഗ്നിധൻ ഇവളിൽ പുത്രന്മാരെ സൃഷ്ടിച്ചു. നാഭി കിംപുരുഷ ഹരിവർഷ ഇലാവൃത രമ്യക ഹിരണ്മയ കുരുഭദ്രാശ്വ കേതുമാലസജ്ഞാൻ നവപുത്രാൻ അജനയത്. 9 പുത്രന്മാരാണ് ഉണ്ടായത്. നാഭി, കിംപുരുഷൻ, ഹരിവർഷൻ, ലാവതൻ, രമ്യകൻ, ഹിരണ്മയൻ, കുരു, ഭദ്രാശ്വൻ, കേതുമാലൻ എന്നു പേരുള്ള 9 പുത്രന്മാരെ ജനിപ്പിച്ചു. മനുഷ്യൻ ദേവസ്ത്രീകൾ സന്താനങ്ങളെ ഉത്പാദിപ്പിക്കുന്നത് ആശ്ചര്യമാണെങ്കിലും ലോകാനുഗ്രഹത്തിന് താല്പര്യമുള്ളത് കൊണ്ട് അങ്ങനെ സാധിക്കയില്ല എന്ന് വ്യവസ്ഥയില്ല. അക്കാലത്തെ രാജാക്കന്മാരൊക്കെ മനുഷ്യ സ്ത്രീകളെ പ്രാപിച്ചിട്ടാണ് വാസ്തവത്തിൽ സന്താനങ്ങളെ സൃഷ്ടിക്കുക. ഇതങ്ങനെയല്ല, ദേവസ്ത്രീകളെ പ്രാപിച്ചിട്ടാണ് സന്താനത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലുള്ള സുഖമൊക്കെ അനുഭവിക്കാൻ സാധിച്ചു. തസ്യാമുഹവ ആത്മജൻ സരാജപരാഗ്നേത്രോ നാഭികം പുരുഷ ഹരിവർഷീലാവതരമ്യക ഹിരണ്മയ കുരുഭദ്രാശ്വകേതുമാല സജ്ഞൻ നവപുത്രാനജനയത്. തസ്യാമുഹവ ആത്മജൻ സ രാജപര ആഗ്നേത്രോ നാഭികം പുരുഷ ഹരിവർഷീലാവതരമ്യക ഹിരണ്മയ കുരുഭദ്രാശ്വകേതുമാല സജ്ഞൻ നവപുത്രാൻ അജനയത്. ഫൂത്വാസസുതൻ നവാനുവത്സരം ഗൃഹേ വാപഹായാം പൂർവചിത്തം ഭൂയേവ ദേവം ഉപതസ്ഥേയും. അവൾ പ്രസവിച്ചിട്ട് അഥ അനന്തരം സുതാൻ പുത്രന്മാർ നവ അനുവത്സരം 9 വർഷം കൊണ്ട് 9 പുത്രന്മാർ, ഓരോ വർഷവും ഓരോ പുത്രന്മാരെ വെച്ച് സൃഷ്ടിച്ചിട്ട് ഗൃഹേവ അപഹായം ആ വീട്ടിൽ തന്നെ അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട് ആ വീട് ഉപേക്ഷിച്ചിട്ട് വീണ്ടും ഏവ അജം ദേവം ഉപതസ്ഥെ വീണ്ടും ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോകും. ഈ പുറജിത്തി ലോകത്തിന്റെ പ്രകൃതി മാതാവായിട്ട് ഒരു സങ്കല്പം ഭഗവതത്തെ തലയെടുത്തുണ്ട്. വെറും ഒരു ദേവകന്യക മാത്രമല്ല,
സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന പ്രകൃതി സ്വരൂപിണിയാണ് ഇവൾ. അതുകൊണ്ട് ഈ ഓരോ ഗുണങ്ങളോട് ചേർന്ന് ഓരോ ലോകങ്ങളിൽ ഓരോ തരത്തിലുള്ള സന്താനങ്ങളെ വാഴിക്കാൻ പാകത്തിനാണ് 9 സന്താനങ്ങളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ സന്താനങ്ങൾ അതിമാനുഷ പ്രഭാവന്മാരായി എന്നുള്ളതിൽ അത്ഭുതമില്ല. കാരണം മനുഷ്യരുടെയും ദേവന്റെയും പുത്രന്മാരാണ്. ഇങ്ങനെ സന്താനങ്ങളെ 9 പേരെ സൃഷ്ടിച്ചിട്ട് അവൾ സ്വന്തം സ്ഥാനമായ ബ്രഹ്മദേവന്റെ ബലിയിലേക്ക് ഇറങ്ങി. നവാനുവത്സരം ഗൃഹേവാവഹായാം പൂർവചിത്തൂയേവാജം ദേവം ഉപതസ്ഥേം നവാനുവത്സരം ഗൃഹേവാവഹായാം പൂർവചിത്തൂയ ഏവാജം ദേവം ഉപതസ്ഥേം ആഗ്നേത്രസുതാസ്തേം മാതുരനുഗ്രഹാത് ഔത്പത്തികേനൈവ സംഹനനപരോപേതാഃ പിത്രാ വിഭക്ത ആത്മതുല്യനാമാനി യഥാഭാഗം ബിംബുദ്വീപവർഷാണി ബഹുദുഃ. ആഗ്നിത്രസുതാഹത്തെ ആഗ്നിത്രപുത്രന്മാരായ അവരെ മാതുരനുഗ്രഹാത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഔത്പത്തികേനൈവ ഉത്പാദിക്കപ്പെട്ടപ്പോൾ തന്നെ ജന്മം കൊണ്ട് തന്നെ സംഹനന ബലോപേത. സംഹനനം ശരീരത്തിന്റെ ദൃഢത, ബലം, ശക്തി. സംഹനന ബല ഉപേതാഹ ശരീരത്തിന് ദൃഢതയും ശക്തിയും ഉള്ളവരായി തീർന്നിട്ട് പിത്ര വിഭക്താഹ പിതാവിനാൽ വിഭജിച്ചു തന്ന ഈ ജംബുദ്വീപ് 9 വിഭജിച്ച് 9 പുത്രന്മാർക്ക് വിധിച്ചു. ആ ദ്വീപിനൊക്കെ ഇവരുടെ പേരുണ്ട്. ആത്മതുല്യനാമാനി, തനിക്ക് അവരവർക്ക് തുല്യമായ പേരുകൾ യഥാഭാഗം ഓരോരുത്തരുടെയും ഭാഗത്തിനനുസരിച്ച് ജംബുദ്വീപവർഷാണി ബഹുദുഃ. ജംബുദ്വീപിനെ 9 വർഷങ്ങളായിട്ട് തിരിച്ചിട്ട് ആ 9ന്റെ പേരാണ് ഈ മക്കൾക്ക് ഇട്ടിരിക്കുന്ന പേര്. അതുകൊണ്ട് അതാത് പേരുള്ള മക്കളെ അതാത് ദ്വീപിന്റെ രാജാക്കന്മാരായി അധിപതികളായി ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ 9 ദ്വീപിന്റെ അധിപതികളായി 9 പുത്രന്മാർ. ആത്മതുല്യനാമാനി യഥാഭാഗം ജംബുദ്വീപവർഷാണി ബഹുദുഃ. അഗ്നിധ്രോ രാജാതൃപ്തഃ കാമാനാം അപ്സരഭയമേവാം അനുദിനമധിമന്യമാനസ്തസ്യാഹം ഫലോകതാം ശ്രുതിഭിഃ അവാരുന്ധ എത്ര പിതരോ മാദയന്തേ. അഗ്നിധ്രോ രാജ, അഗ്നിധ്രൻ എന്ന രാജാവ് അതൃപ്തനായി. എന്തിൽ? കാമാനം. കാമങ്ങളൊക്കെ അനുഭവിച്ചതിൽ സംതൃപ്തി ഉണ്ടായില്ല. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. കാമത്തിൻ്റെ ഒരു വലിയ ദോഷം അതാണ്. അനുഭവിക്കുന്തോറും അതിനുള്ള ത്വര കൂടിക്കൊണ്ടേ. അനുഭവിച്ചു തീർന്നാൽ കഴിഞ്ഞു എന്നില്ല. ഒരിക്കൽ അനുഭവിച്ചാൽ മരണപര്യന്തം ഇത് അനുഭവിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തോന്നിക്കുന്ന ഒരു വികാരമാണ് കാമവികാരം. ആ കാമവികാരത്തിൽ അതൃപ്തനായിട്ട് അപ്സരസമേവ അനുദിനം, ആ പൂർവ്വജിത്ത് എന്ന അപ്സരസനെ തന്നെ അനുദിനം ഓരോ ദിവസവും അധിമന്യമാന മനസ്സിൽ സങ്കല്പിച്ച് വിചാരിച്ചുകൊണ്ട് തസ്യാഹം ഫലോകത അവളുടെ ആ ലോകങ്ങളിലേക്ക് അവളുടെ ഫാലോക്യ അവസ്ഥയെ അവാരുന്ധ പ്രാപിച്ചു. അഗ്നിധ്രൻ കാമങ്ങൾ അനുഭവിച്ചു തീർന്നതിൽ സംതൃപ്തനാവാതെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പൂർവ്വജി വിട്ടുപോയി. അവൾ ബ്രഹ്മലോകത്തിലേക്ക് അവളെ തന്നെ അനുസ്മരിച്ചു. അവളുടെ കൂടെ കഴിഞ്ഞിരുന്ന ദിനങ്ങളൊക്കെ അനുസ്മരിച്ച് അങ്ങനെ ചിന്തയിൽ കാമങ്ങൾ അനുഭവിച്ചുകൊണ്ട്
പതുക്കെ പതുക്കെ അദ്ദേഹം സ്വർഗലോകത്തിലേക്ക്, എവിടേക്കാണോ ഇവൾ പോയത് ആ ലോകത്തിലേക്ക് യാത്രയായി. ഇവിടം വിട്ടുപോയി. എന്നിട്ട് അങ്ങനെ പോയാൽ കിട്ടുന്ന ലോകത്തിന്റെ പേരാണ് ഫാലോക്യത. അതിലെത്തി ശ്രുതിഭിഹി അവാരുന്ധ, വേദോക്ത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ഫാലോക്യമുക്തിയെ പ്രാപിച്ചു. ഇദ്ദേഹം അവിടുന്നും എത്ര പിതൃമാതയന്റെ അവിടെ ആ ഫാലോക്യമുക്തി അനുഭവിച്ച ലോകത്ത് പിതൃക്കൾ സന്തോഷിച്ചു കഴിയുന്ന ഒരു ദിക്കാണ് അവിടെ. അവിടേക്കാണ് ഇദ്ദേഹം എത്തപ്പെട്ടത്. വേദോക്ത കർമ്മ അനുഷ്ഠാനങ്ങൾ ധാരാളം ചെയ്തിട്ടാണ് ആ ലോകത്തെ പ്രാപിച്ചത്. അവിടെയാണ് പിതൃക്കൾ ആനന്ദിച്ച് വസിക്കുന്ന ലോകം. പിതൃലോക ഭോഗങ്ങളിൽ വിരക്തനായ ശേഷം അവിടെ ഇരുന്ന് പിതൃലോകത്തിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് വിരക്തനായതിനു ശേഷം ആഗ്നേയൻ മുക്തിയെ പ്രാപിച്ചു എന്ന് ബോധ്യമാക്കുകയാണ് ഇവിടെ. കാമഭോഗങ്ങളൊക്കെ ആസക്തി ഇഷ്ടം പോലെ വർണ്ണിച്ച് അതൊക്കെ അനുഭവിച്ച് തീർന്നതിന് ശേഷം ഇനിയും അതിലേക്ക് തന്നെ ലയിച്ചു പോയ ഒരാൾക്ക് മുക്തി കിട്ടും എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നമുക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. മുക്തിക്ക് പോകുന്ന ഒരാളിൽ കാമങ്ങൾ വിരക്തി വന്നിട്ട് വേണ്ടേ പോവാൻ. ഇത് ഈ കാമാനുഭവത്തിൽ ആസക്തനായിട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഫാലോക്യ ലോകത്തിലേക്ക് പോയി എന്നാണ്. അങ്ങനെ ആകാമോ എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭൗതികമായ എല്ലാ സുഖഭോഗങ്ങളും ആവോളവും അനുഭവിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം പോയത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ലൗകികമായ എല്ലാ സുഖങ്ങളും ആവോളവും അനുഭവിച്ച് തീർന്നതിന് ശേഷം വീണ്ടും വീണ്ടും കാമങ്ങൾ അനുഭവിച്ചു. ആ കാമങ്ങൾ തീർന്നതിന് ശേഷമാണ് ഫാലോക്യമുക്തി എന്ന ലോകത്തിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും ത്രിലോകത്തിൽ അവരുമായി അവരുടെ സുഖഭോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ട് അവിടെ നിന്നും അദ്ദേഹം മുക്തിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കഥ അവിടെ അവസാനിപ്പിക്കാം. അഗ്നിത്രോ രാജ അതൃപ്ത കാമാനാമക്ഷരഫമേവ അനുദിനമധിമന്യമാനസ്തസ്യ ഫലോകതം ശ്രുതിഭിരഭാരുന്ധാം എത്ര ഇതരോ മാതയത്തെ. അഗ്നിത്രോ രാജ അതൃപ്ത കാമാനാം അക്ഷരഫമേവ അനുദിനമ അധിമന്യമാനസ്തസ്യ ഫലോകതം ശ്രുതിഭിരഭാരുന്ധാം എത്ര ഇതരോ മാതയന്തേ. രാജ കാമാനാമക്ഷരഫമേവാം അനുദിനം അധിമന്യമാനസ്തസ്യ ഫലോകതം അമ്പരേതേ പിതരി നവഭാതരോമീത് ദുഹുദും സുഗതം ശ്രീന്തതാം എന്ന ശ്യാമാം നാരീം ഭദ്രം ദേവവീതിമിതി സജ്ഞാ നവോദവഹൻ. പിതരി സംഭരേതേ, രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിതാവ് പരേതനായപ്പോൾ സംപരേതേ പിതരി നവഭ്രാതര ആ 9 സഹോദരങ്ങൾ മേരുദുഹുദ്രൂഹു മേരുവിന്റെ പുത്രിമാരായ മേരുദേവിയും പ്രതിരൂപം ഉഗ്രദൃഷ്ടി ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതി എന്ന് 9 പേരുള്ള പുത്രികളെ ഉദവഹൻ വിവാഹം കഴിച്ചു. അങ്ങനെ 9 പുത്രന്മാരും 9 പത്നിമാരെ സ്വീകരിച്ച് വിവാഹിതരായി. എല്ലാവരും ഗാർഹിക ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചമസ്തകത്തിലെ 2ാം അധ്യായങ്ങളെ ഉപസംഹരിക്കുകയാണ്. സംപരേതേ പിതരി നവഭ്രാതരോ മേരുദുഹുദു മേരുദേവീം പ്രതിരൂപാം ഉഗ്രദംഷ്ട്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതിം തിരിസജ്ഞാ നവോദവഹൻ നവോദവഹൻ. സംപരേതേ പിതരി നവഭ്രാതരോ മേരുദുഹുദു മേരുദേവി പ്രതിരൂപാം ഉഗ്രദംഷ്ട്രീം ലതാം രമ്യാം ശ്യാമാം നാരീം ഭദ്രാം ദേവവീതിം തിരിസജ്ഞാ നവോദവഹൻ. ഈ 3ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം.
അവിടെ ശ്രീ ശുകൗവാച, ശുകൻ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങിയാണ്. നാഭിരപത്യകാമോ പ്രജയാം മേരുദേവ്യാ ഭഗവന്തം യജ്ഞപുരുഷം അപഹിതാത്മായജതാം. ഇനി ആദ്യത്തെ പുത്രനായ നാഭിയുടെ കഥ പറയാണ്. നാഭി വിവാഹം കഴിച്ചത് മേരുദേവിയാണെന്ന് അല്പം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ആ നാഭി അപത്യകാമ, സന്താനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അപത്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അപ്രജയ, പക്ഷെ സന്താനം ഉണ്ടായില്ല. അപ്രജയ, പ്രജകൾ ഉണ്ടാകാത്തവനായിട്ട് മേരുദേവ്യ, തന്റെ പത്നിയായ മേരുദേവിയോടൊപ്പം ഭഗവന്തം യജ്ഞവൃക്ഷം, യജ്ഞവൃക്ഷനായ സാക്ഷാൽ ഭഗവാനെ അപഹിതാത്മാ അയജത, ശ്രദ്ധയോടെ ബുദ്ധിയോടെ യജിച്ചു, പൂജിച്ചു, യജ്ഞം ചെയ്തു. യജ്ഞേഷ്ഠനായ ഭഗവാനെ യജ്ഞം ചെയ്ത് പൂജിച്ചു. അതാണ് നാഭിരപത്യകാമോ പ്രജയാമേരുദേവ്യാ ഭഗവന്തം യജ്ഞവൃഷം അവഹിതാത്മായജതാം. നാഭിരപത്യകാമോ അപ്രജയാമേരുദേവ്യാം ഭഗവന്തം യജ്ഞവൃഷം അവഹിതാത്മായജതാം. തസ്യ ഹവാ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതഃ പ്രവർഗ്യേഷു പ്രചരൽസു ദ്രവ്യദേശകാല മന്ത്രദക്ഷിണാവിധാനയോഗോപപത്യാം ദുരധിഗമോപി ഭഗവാൻ ഭാഗവതവത്സല്യതയാം സുപ്രതീകമാത്മാനം അപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിധിൽസയാം ഗൃഹീതഹൃദയോ ഹൃദയം ഗമം മനോനയനാനന്ദ നയന ആനന്ദന അവയവ അഭിരാമം ആവിഷ്ടകാരം. അവനാകട്ടെ ശ്രദ്ധയ വിശുദ്ധഭാവേന യജതഃ, ശ്രദ്ധയോടെ വിശുദ്ധഭാവത്തോടെ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുന്ന അവനാകട്ടെ. ആ നാഭി യജ്ഞം ചെയ്യുന്ന വളരെ ഭക്തിവിശ്വാസത്തോടെ, അല്ലാതെ ഒരു ചടങ്ങം ചെയ്തു തീർക്കാന്നുള്ള മട്ടിലല്ല. ഏത് കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മത്തിൽ സമ്പൂർണ്ണ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ആസ്തിക്യ ബോധത്തോടെ ചെയ്യാം. ഈ നാഭി അങ്ങനെയാണ് ചെയ്തത്. ശ്രദ്ധയ വിശുദ്ധ ഭാവന, ഈ രണ്ട് ഗുണം. ഒന്ന് ശ്രദ്ധയെന്ന ആസ്തിക്യ ബുദ്ധിയോടെ വിശ്വാസത്തോടെ, രണ്ട് വിശുദ്ധ ഭാവം, തന്റെ ഭാവനകളൊക്കെ സംശുദ്ധമാക്കിക്കൊണ്ട് യജതഃ യജിച്ചു കൊണ്ടിരിക്കുന്ന അവന് പ്രവർഗ്യേഷു പ്രചരൽസു, യജ്ഞത്തിലെ ഒരു ചടങ്ങിന്റെ പേരാണ് പ്രവർഗ്യം എന്ന്. യജ്ഞം തുടങ്ങുന്ന ആദ്യത്തെ 2 ദിവസത്തെ ഹവനങ്ങളുടെ പേരാണ് പ്രവർഗ്യം എന്ന്. പ്രത്യേക പേരാ, ഒരു സാങ്കേതിക സംജ്ഞയാണ്. അങ്ങനെ ആ പ്രവർഗ്യങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. പ്രവർഗ്യേഷു പ്രചരൽസു ദ്രവ്യ ദേശ കാല മന്ത്ര ഋത്വ ദക്ഷിണാവിധാന യോഗ ഉപപത്യ. ദ്രവ്യം, ദേശം, കാലം, മന്ത്രം, ഋത്തുക്കൾ, ദക്ഷിണ, വിധാനം, യോഗം, ഇവയുടെ ഉപപത്തി കൊണ്ട്, സമ്പത്തി കൊണ്ട്. ദ്രവ്യത്തിന്റെ മാഹാത്മ്യം കൊണ്ട് താൻ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടി നടത്തുന്ന പുണ്യകർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ ദ്രവ്യങ്ങൾ പരിശുദ്ധമാവണം. എന്തെങ്കിലും കൊണ്ട് കഴിച്ചാൽ പോരാ, ദ്രവ്യശുദ്ധി ഉണ്ടാക്കിയെടുത്തു. ദേശം പരിശുദ്ധമാവണം, അങ്ങനെ ദേശത്ത് പോയി യജ്ഞം ചെയ്യാവൂ. അതേപോലെ കാലം, നല്ല കാലത്തെ യജ്ഞം ചെയ്യാൻ മുഹൂർത്തം നോക്കിയാണ്, കാലം നോക്കിയാണ്. വസന്ത ഋതുവിന്റെ ആരംഭത്തിൽ അല്ലെങ്കിൽ ശരത്കാലത്തിന്റെ അതിന്റെ ഒടുവിൽ എന്നിങ്ങനെ ഓരോ കണക്കുകളും. ഓരോ യജ്ഞത്തിനും ഓരോ കാലം നോക്കിയിട്ടാണ് യജ്ഞം ചെയ്യുക. ദ്രവ്യം, ദേശം, കാലം, അതാതിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ മാത്രമേ അതാതിന് ഉപയോഗിക്കാവൂ. ഈ യജ്ഞശാലയിൽ വെച്ച് അറിയാവുന്ന എല്ലാ മന്ത്രവും ചെല്ലാൻ പാടില്ല. ഓരോ യജ്ഞങ്ങൾക്കും വിഹിതമായ മന്ത്രങ്ങളുണ്ട്, അത് മാത്രമേ ഉച്ചരിക്കാവൂ.
ഋത്വിക്കുകളും അതിനനുസരിച്ച് മാത്രമേ സ്വീകരിക്കാവൂ. ഋത്വിക്കുകൾ ഈ യജ്ഞത്തിന്റെ സംഘാടകരായ 4-5 പേരുണ്ട്. അവരെയൊക്കെ വേണ്ട വിധത്തിൽ വരിച്ചു സ്വീകരിക്കും. അവർക്ക് ദക്ഷിണ നൽകുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം. വിധാനം ഇതിന് വിധി അനുസരിച്ച് തന്നെ ചെയ്യണം. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് എന്ന യജ്ഞത്തിന് ഓരോ ദിവസവും വിധാനമുണ്ട്. അതേപോലെ അതിന് ഒരു യോഗമുണ്ട്. യജ്ഞത്തിലെ വിഭവങ്ങളുടെ അതിമനോഹരമായ കൂടിച്ചേരലുണ്ട്, യോഗം. അതിന് മാറ്റം വരുത്തരുത്. ഇതൊക്കെ നിയമാനുസരണമുള്ളതാണ്. ഇത്രയും വേണ്ടവണ്ണം അനുഷ്ഠിച്ചപ്പോൾ ഉണ്ടായ ഉപപത്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട്, പ്രവർത്തിയേഷു പ്രചരൽസു ദ്രവ്യ ദാശ കാല മന്ത്ര ഋതു ദക്ഷിണ വിധാന യോഗ ഉപപത്യ ദുരധികമോപി, എത്തിച്ചേരാൻ വളരെ വിഷമമുണ്ട് എങ്കിൽ പോലും, ദുരധിഗമനാണ് എങ്കിൽ പോലും, പറ്റില്ല എന്നില്ല, അപ്രാപ്യനാണ് എന്നില്ല, പ്രാപിക്കാൻ വിഷമമുള്ളവനാണ് എന്നാണെങ്കിൽ പോലും ഭഗവാൻ ഭാഗവത വാത്സല്യതയാണ്. ഭഗവാനെ ഭക്തന്മാരുള്ള വാത്സല്യത്തിൽ ഭാഗവതൻ ഭഗവാനെ സംബന്ധിക്കുന്നവൻ എന്നുള്ളൂ. ഭഗവാനെ സംബന്ധിക്കുന്നവൻ ഭക്തനാണ്. അങ്ങനെ തൻ്റെ ഭക്തന്മാരുള്ള വാത്സല്യം കൊണ്ട് ഭാഗവത വാത്സല്യതയാ സുപ്രതീകം ആത്മാനം അപരാജിതം. സുപ്രതീകമായ ആത്മാനം തന്നെ അപരാജിതം, സുപ്രതീകം ശോഭനമായ അംഗങ്ങളോട് കൂടിയ, നല്ല പ്രതീകങ്ങളായ അംഗങ്ങളോട് കൂടിയ ആത്മാനം തന്നെ സുപ്രതീകം ആത്മാനം, സുപ്രതീകമായ തൻ്റെ ആത്മാവിനെ ആരാലും ജയിക്കപ്പെടാൻ പറ്റാത്ത അപരാജിതം ആത്മാനം, ആത്മാവിനെ സുപ്രതീകം ആത്മാനം അപരാജിതം നിജജന അഭിപ്രേതാർത്ഥ, തൻ്റെ ജനങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച്, നിജജനങ്ങളുടെ സ്വന്തം ജനങ്ങളുടെ അഭിപ്രേതം അഭീഷ്ടം, അഭീഷ്ടത്തെ സാധിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നിജജന അഭിപ്രേത അർത്ഥ വിധിത്സയ, വിധിത്സ വിധിക്കാനുള്ള ആഗ്രഹം, ചെയ്യാനുള്ള ആഗ്രഹം. അതുകൊണ്ട് ഗൃഹീത ഹൃദയം, ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ഹൃദയംഗമം ഹൃദയത്തിൽ പ്രവേശിക്കുന്നവനായിട്ട് മനോ നയന ആനന്ദ മനോ നയന ആനന്ദന അവയവ അഭിരാമാം ആവിഷ്ടകാര, തൻ്റെ മനസ്സിനും തൻ്റെ നയനങ്ങൾക്കും തൻ്റെ അവയവങ്ങൾക്കും അഭിരാമമായ ശോഭിക്കത്തക്ക മട്ടിൽ ആവിഷ്ടകാല പ്രത്യക്ഷനായിരുന്നു. ഈ സമയത്ത് ഭഗവാൻ ഭക്തനായ നാഭിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. തൻ്റെ ഭക്തന്മാരുടെ ഏത് അഭീഷ്ടവും സാധിച്ചു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഭഗവാൻ നിജ ജന അഭിപ്രേത അർത്ഥവിധിച്ഛയ, ഭഗവാൻ ഭാഗവത വാത്സല്യം കൊണ്ട്, തൻ്റെ ഭക്തന്മാരുള്ള വാത്സല്യം കൊണ്ട് ശോഭനമായ തൻ്റെ ശരീരത്തോടുകൂടി, തൻ്റെ ആത്മസ്വരൂപത്തോടുകൂടി, മനസ്സിനും കണ്ണിനുമൊക്കെ ആനന്ദമുണ്ടാക്കുന്ന അവയവത്തോടുകൂടി എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ പ്രവേശിക്കുന്നവനായിട്ട് ആവിഷ്ടകാര അവിടെ ആവിർഭവിച്ചു യജ്ഞസ്വരൂപനായ ഭഗവാൻ. തസ്യ ഹവാ ശ്രദ്ധയാ വിശുദ്ധഭാവേന പ്രവർത്തിയേഷു പ്രചരൽസു ദിവ്യ ദേശകാല മന്ത്രദക്ഷിണാവിധാന യോഗവും
യോഗോപപത്യാ ദുരധികമോ ഭഗവാൻ ഭാഗവതവാത്സല്യയാ സുപ്രതീകമാത്മാനമരാജിതം നിജജനാഭിപ്രേതാർത്ഥവിതിൽസയാം ഗൃഹീതഹൃദയോ ഹൃദയം ഗമം മനോ നയനാനന്ദ അവേവാഭിരാമാം ആവിഷ്ടകാരാം തസ്യ ഹവഃ ശ്രദ്ധയാ വിശുദ്ധഭാവേന യജതാം പ്രവർത്തേഷു പ്രചരത്സു ദ്രവ്യദേശകാലമന്ത്ര ദക്ഷിണാവിധാനയോപത്യാം ദുരധികമോ വിഭഗവാൻ ഭാഗവതവാത്സല്യയാ പുത്രദീകമാത്മാനം അപരാജിതം നിജജനാഭിപ്രേതാർത്ഥവിദിൽസയാം ഗൃഹീതഹൃദയോ ഹൃദയം ഗമം മനോനയനാനന്ദ മനോനയനാനന്ദന അവേവ അഭിരാമാം ആവിഷ്ടകാരാം. അങ്ങനെ അദ്ദേഹം ശ്രദ്ധയോടുകൂടി യജ്ഞത്തിലെ പ്രവർഗ്യം തുടങ്ങി ചെയ്തുകൊണ്ടിരിക്കെ സാധാരണ ജനങ്ങൾക്ക് ദുഷ്പ്രാപ്യനായ ഭഗവാൻ, അപ്രാപ്യനല്ല ദുഷ്പ്രാപ്യനായ ഭഗവാൻ തൻ്റെ ഭക്തനോടുള്ള വാത്സല്യം കൊണ്ട് തൻ്റെ സുന്ദരമായ ഈ ശരീരം ഈ ഭക്തന് കാണിച്ചു കൊടുക്കത്തക്ക മട്ടിൽ ആ ഭക്തന്റെ ഇഷ്ടത്തെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഹൃദയംഗമനായി തീർന്നുകൊണ്ട് മനസ്സിനും കണ്ണിനും അവയവങ്ങൾക്കുമൊക്കെ സ്പഷ്ടമായി കാണാവുന്ന മട്ടിൽ ഇദ്ദേഹത്തിന് മുമ്പിൽ നാഭിയുടെ മുമ്പിൽ ആവിഷ്ടകാര ആവിഷ്കരിച്ചു. അഥ തം ആവിഷ്കൃത ഭുജയുഗളദ്വയം ഹിരണ്മയം പുരുഷവിശേഷം കപിശകൗശേയ അമ്പലധരമലവിലസൽ ശ്രീവത്സലാമം രരവരവനരുഹ വനമാല ചൂദ്യ മൃതമണിഗതാഗതാഭിരുപലക്ഷിതരു ഉപലക്ഷിതം സ്ഫുടകിരണപ്രതലമുകുടകം കുണ്ഡലകടകടിപൂത്രഹാരകേയൂരനുകുരാദ്യംഗ ഭൂഷണവിഭൂഷിതം ഉത്യുത്സദസ്യ ഗൃഹപതയോ അധനായവ ഉത്തമധനമുപലക്ഷ്യ സ ബഹുമാനം അർഹമേന അവനതശീർഷാണ ഉപതസ്ഥു. അഥ അനന്തരമാവട്ടെ തം അവൻ ആവിഷ്കൃത ഭുജയുഗളദ്വയം, ആവിഷ്കൃതമായ മുമ്പിൽ ആവിഷ്കരിച്ച ഭുജയുഗളം രണ്ട് കൈ, അതിൻ്റെ ദ്വയം അങ്ങനത്തെ രണ്ടെണ്ണം, അപ്പൊ നാലായി. ഭുജയുഗളദ്വയം, യുഗളം രണ്ടാണ്, ദ്വയം നല്ല രണ്ടാണ്. ഈ രണ്ട് കൈകളോടേതും എന്നർത്ഥം നാല് കൈകൾ. നാല് കൈകളോടെ ആവിഷ്കരിച്ച ഹിരൺമയം പുരുഷവിശേഷം, സ്വർണമയമായ ആ പുരുഷവിശേഷത്തെ, ആ പുരുഷോത്തമനെ, തേജോമയനായ ആ പുരുഷോത്തമനെ ഭഗവാന് കപിശ കൗശേയ അംബരധരം, കപിശമായ തവിട്ട് നിറത്തിലുള്ള പട്ടുവസ്ത്രങ്ങൾ ധരിച്ച്, ഏതാണ്ട് കാവ്യവസ്ത്രത്തിന്റെ ഒരു ശോഭയിലേക്ക് വരുന്ന യജ്ഞസ്വരൂപനായ ഭഗവാനെയാണ് സ്മരിച്ചത് കൊണ്ട് കപിശ കൗശേയം പട്ട്, അംബരധരം വസ്ത്രം ധരിച്ചത്. കപിശവർണ്ണത്തിലുള്ള കൗശേയ അംബരം ധരിച്ചവനും ഉരഫി വിലഫ മാറിടത്തിൽ ശോഭിക്കുന്ന രാമം അടയാളത്തോടുകൂടി വനരുഹം താമര, വനമാല വനമാലകൾ കൊണ്ട്, വനമാല ചൂര്യ മൃതമണിഗത ആദിഭി ഉപലക്ഷിതം, ശംഖ് താമര വനമാല. ഇതുകൂടാതെ ചൂര്യമായ ഏറ്റവും അധികം ശോഭയുള്ള വെട്ടിത്തിളങ്ങുന്ന സൂര്യ അമൃതമണി, അമൃതം പോലെ ശോഭിക്കുന്ന രത്നങ്ങൾ ധരിച്ചിരിക്കുന്ന ഗദാദിഭിഹി ഉപലക്ഷിതം, ഗദ ആദികളായ ആയുധത്തോട് കാണപ്പെട്ടു. ഗദയുടെ പിടിയിൽ രത്നം പതിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള ആയുധത്തോടുകൂടി കാണപ്പെട്ടവനായ അവനെ ശ്രേഷ്ഠമായ ശംഖ്, താമര, വനമാല, ചക്രം, കൗസ്തുഭം, ഗദ തുടങ്ങിയ ആയുധത്തോടെയും പുരൻ, പ്രവര, മകുട, കുണ്ടല, കടക, കടിഫോത്രഹാര, കേയൂര, നൂപുര, ജംഗഭൂഷണ വിഭൂഷിത സ്ഫുടമായി പ്രകാശിക്കുന്ന ശ്രേഷ്ഠമായ മുകുടം, കിരീടം, കുണ്ടലം, കടകം, കൈവള, കടിഫോത്രം, അരഞ്ഞ, ഹാരം, മാറിടത്തിലുള്ള മാല, കേയൂരം, തോൾവളകൾ, നൂപുരം, പാദസരം ഇത്യാദികളായ അംഗഭൂഷണ വിഭൂഷിതം അവയവത്തിൽ ധരിച്ചിരിക്കുന്ന ഭൂഷണങ്ങളോടെ ഗൃഹപതയോ അധന ഋത്വിക്ഫദഫ്യരായ ഗൃഹപതികൾ, ഋത്വിക്കുകള്, ഫദഫ്യര്, ഗൃഹപതികൾ എന്നിവർ അധനാഹ ദരിദ്രന്മാർ, അധന ഇവ എന്ന പോലെ ഉത്തമധനം ഉപലഭ്യ. ധനമില്ലാത്തവന് യാദൃച്ഛികമായി ധാരാളം സമ്പത്ത് കൈ കിട്ടിയാൽ എങ്ങനെ സന്തോഷിക്കുമോ അതുപോലെ ആ വ്യക്തിക്കും ഫദഫിലുള്ളവരും ഗൃഹപതികളും ഏറ്റവും അധികം ധന്യരായി. അധന ഇവ ഉത്തമധനം ഉപലഭ്യ ബഹുമാനം, വളരെ ബഹുമാനത്തോടെ അർഹണേന പൂജയോടെ അവനത ശീർഷാണ ശിരഫ് കുനിച്ചുകൊണ്ട് ഉപസ്തസ്തുഹു സ്തുതിച്ചു ഭഗവാൻ. നാഭിയാണ് പ്രത്യക്ഷപ്പെടുത്തിയത്. പക്ഷെ അവിടെ ഇരുന്നവർക്കെല്ലാം കാണാൻ പറ്റി. ഋത്വിക്കുകളുണ്ട്, സദസ്യരുണ്ട്, ഗൃഹപതിമാരുണ്ട്. ഇവർക്കെല്ലാം ആരെ കാണാൻ പറ്റി? ഭഗവാൻ. ഭഗവാനെ കണ്ടതോടെ അവരുടെ ഒരു അനുഭവം ദരിദ്രന് ധനം കിട്ടിയതുപോലെ സന്തോഷമായി. അധനന്മാർക്ക് ധനം ലഭിച്ചതുപോലെ അവരൊക്കെ സന്തോഷിച്ച് വളരെ ബഹുമാനത്തോടെ അടുക്കൽ വന്ന് പൂജ ചെയ്ത് ശിരസ് ഗുണിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചു. അഥ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശകൗശേയംബരധരം പുരഫിവിലഫൽ ശ്രീവത്സലലാമം ദരവരവനരുഹ വനമാലാച്ഛൂയമൃതമണി ഗദാഭിരുപലക്ഷിതം കുടകിരണപ്രഭരം കുട കുണ്ടലകടകടിഫോത്രഹാരകേയൂര നൂപുരത്തിംഗഭൂഷണ വിഭൂഷിതം ഋത്വിക്ഫദഫ്യ ഗൃഹപതയോ അധനായിവ ഉത്തമധനമുപലഭ്യ ബഹുമാനം അഗണേന അവനത ശീർഷാണ ഉപതസ്ഥുഃ. അഥഃ തം ആവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശ കൗശേയ അംബരധരം ഉരഫിവിലഫത് ശ്രീവത്സലലാമം ദരവര വനരുഹ വനമാല ഛൂര്യമൃതമണി ഗദാഭിഃ ഉപലക്ഷിതം സ്ഫുട കിരണപ്രവര മുകുട കുണ്ടല കടക കടിഫോത്ര ഹാര കേയൂര നൂപുരാദി അംഗഭൂഷണ വിഭൂഷിതം ഋത്വിക്ഫദഫ്യ ഗൃഹപതയോ അധനായിവ ഉത്തമധനമുപലഭ്യാം സബഹുമാനം അർഹണേന അവനത ശീർഷാണഃ ഉപതസ്ഥുഃ. അഥഃ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശകൗശേയംബരധരമുരഫിവിലഫൽ ശ്രീവത്സലലാമം ദരവരവനരുഹവനമാലാച്ഛൂയാമൃതമണി ഗദാഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രഭരമുകുട കുണ്ടലകടകടിഫോത്രഹാരകേയൂരനൂപുരദ്യംഗഭൂഷണ വിഭൂഷിതം ഋത്വിക്ഫദഫ്യ ഗൃഹപതയോധനായോന്മത്തധനമുപലഭ്യ ബഹുമാനമർഹണേന അവനത ശീർഷാണ ഉപതസ്ഥുഃ. അഥഃ തമാവിഷ്കൃതഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കപിശകൗശേയ അംബരധരം ഉരഫിവിലഫൽ ശ്രീവത്സലരാമം ദരവരവനരുഹ വനമാലാച്ഛൂയമൃതമണി ഗദാഭിരുപലക്ഷിതം സ്ഫുടകിരണപ്രഭരം കുട കുണ്ടലകടകടിഫോത്രഹാര കേയൂരംഗഭൂഷണ വിഭൂഷിതം ഋത്വിക്ഫദഫ്യ ഗൃഹപതയോധനായിവ ഉത്തമധനമുപലഭ്യ
അർഹസ്യ ബഹുമാനം അർഹമേന അവനത ശീർഷാണ പതസ്ഥുതോ. ഇത് നീണ്ട ഗദ്യമാണേ ഉള്ളൂ. പദങ്ങൾ പിരിച്ച് പതുക്കെ സാവധാനം വായിച്ചു നമുക്ക് തിരിക്കാനേ ഉള്ളൂ. ഭഗവാൻ സ്തുതിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സ്തുതിച്ചത് എന്ന് വിസ്തരിക്കാൻ. അർഹസ്യമുഹര് അർഹത്തമാർഹണം അസ്മാകമനുപധാനം നമോ നമാം ഇത്യേതാവത് ഫതുപശിക്ഷിതം കോർഹതി പുമാൻ പ്രകൃതിഗുണം വ്യതികരമതി അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോർവാനാഭിന്ന നാമരൂപാകൃതി രൂപനിരൂപണം അർഹിക്കുന്നു. അങ്ങ് അർഹിക്കുന്നു. മുഹു വീണ്ടും അർഹണം അസ്മാക് അർഹത്തമനായ ഞങ്ങളുടെ അർഹണയെ സ്വീകരിക്കാൻ അങ്ങ് അർഹിക്കുന്നു. ഹേ അർഹത്തമനായ ഭഗവൻ, പൂജ്യന്മാരിൽ വെച്ച് പൂജ്യനാണ്, അർഹത ഉള്ളവരിൽ വെച്ച് പൂജ്യനാണ്, അർഹത്തമനാണ്. ഹേ അർഹത്തമ ത്വമർഹസി, അങ്ങ് അർഹിക്കുന്നു. അർഹണം അസ്മാക് ഞങ്ങളുടെ ഈ പൂജ. അനുപധാനം അങ്ങയുടെ അനുചരന്മാരായ അങ്ങയുടെ വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകുന്നവരായ ഞങ്ങളുടെ ഈ പൂജയെ. ഹേ അർഹത്തമാം അസ്മാകം അനുപധാനം അർഹണം ഞങ്ങളുടെ അനുപഥന്മാരായ അനുയായികളായ അനുചരന്മാരായ ഞങ്ങളുടെ ഈ പൂജയെ അങ്ങ് സ്വീകരിക്കാൻ അർഹനാണ്. നമോ നമോ നമ ഇത്രമാത്രം ഫത് ഉപശിക്ഷിതം നന്നായി പഠിച്ചതേത് സത്തുക്കൾ ഞങ്ങളെ നന്നായി പഠിപ്പിച്ചത് നമോ നമ എന്ന് ഇത്രമാത്രമാണ്. അതായത് ഋത്തുക്കൾ ഭഗവാനെ സ്തുതിക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് ആശ്രിതരായ ഞങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ പൂജകൾ, ആശ്രിതരായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ പൂജയെ അങ്ങ് സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അങ്ങയുടെ രൂപം ഞങ്ങൾക്ക് ശരിക്ക് വിജ്ഞേയം അല്ല. ഏത് രൂപം അങ്ങേക്കുള്ളതെന്ന് അറിയില്ല. എത്രയോ രൂപങ്ങളുണ്ട്. അതിൽ ഏതിനെയാണ് സ്തുതിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, നമസ്കാരം നമസ്കാരം എന്ന് മാത്രമേ സത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ചുള്ളൂ. മറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല. സത്തുക്കൾ പറയാം. അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമസ്കാരം എന്ന സ്തുതിക്കാനേ ഞങ്ങൾക്കാവുള്ളൂ. അതിനപ്പുറം ഞങ്ങൾക്ക് അറിയില്ല. ഇത്യേതാവത് സതുപശിക്ഷിതം ഹോ അർഹതി ഭവാൻ. യാതൊരു മനുഷ്യനാണോ അർഹിക്കുന്നത്? പ്രകൃതി വ്യതികരമതി. പ്രകൃതിയോട് ഉള്ള ഗുണസമ്മേളനത്തോടു കൂടിയ പ്രകൃതി വ്യതികരമതി. പ്രകൃതി ഗുണങ്ങളോട് കൂടി ചേരുന്ന ബുദ്ധിയുള്ളവനായിട്ട് അനീശ അസമർത്ഥനായ ഏതൊരു പുരുഷനാണ് ഈശ്വരസ്യ പരസ്യ പ്രകൃതി പുരുഷയോഹോ അർവാക് പരമപുരുഷനായ ഈശ്വരന്റെ പ്രകൃതി പുരുഷന്മാരായിരിക്കുന്ന ഈശ്വരന്റെ അർവാക്തനാഭിഹി നാമരൂപാകൃതിഭിഹി. അർവാക്തനം മുമ്പുണ്ടായിരുന്നത്, അർവാക്ക് മുമ്പ് അർത്തനം ഉണ്ടായത്, മുമ്പ് ഉണ്ടായിരുന്ന അർവാക്തനാഭിഹി നാമരൂപ ആകൃതിഭിഹി. നാമരൂപ ആകൃതികളെ കൊണ്ടും രൂപണം കർത്തും അങ്ങയുടെ സ്വരൂപത്തെ നിരൂപിക്കുവാൻ നാമം രൂപം ആകൃതി
ഇതൊക്കെ അങ്ങയുടെ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് മാറി മാറി വരും. അങ്ങേക്ക് എത്ര പേരുണ്ട്? 1000 ഒന്നുമല്ല. എത്ര രൂപ ഉണ്ട്? 10,000 ഒന്നുമല്ല. അപ്പൊ അങ്ങ് നാമത്തെയും രൂപത്തെയും ആകൃതികളെയും ഒക്കെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ അതിക്രമിച്ചിരിക്കുന്നവനാണ് അങ്ങ്. ഈ പ്രപഞ്ചത്തിൽ മാത്രം മനസ്സുൾക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മനോവ്യാപാരവും ഞങ്ങളുടെ വാക്കിന്റെ വൈഭവവും ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവിനെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങയുടെ മഹിമ ഇന്ന വിധമാണെന്ന് എങ്ങനെ അറിയും? അങ്ങയെ സ്തുതിക്കാൻ ഞങ്ങൾ അശക്തരാണ്. അശക്തരാവാൻ കാരണം സ്തുതിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാമങ്ങൾ വേണം, വാക്ക് വേണം. ഇഷ്ടം ഇവിടെ ഇല്ല. പിന്നെ ഒരു സ്വരൂപത്തെ സ്തുതിക്കാൻ പറ്റുള്ളൂ, അല്ലെ കുറച്ച് ഗുണങ്ങളെ സ്തുതിക്കാം. ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. രൂപം മാറി വരുന്ന അങ്ങയുടെ സ്വരൂപം എന്താണെന്ന് അറിയും? ഒരു ഗുണമാണോ അങ്ങേക്കുള്ളത്? 10,000-കണക്കിന് ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെല്ലാം ഞങ്ങൾക്കറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ സ്തുതിക്കാൻ പറ്റും? കേശാദിപാദം വർണ്ണിക്കാൻ, പാദാദികേശം വർണ്ണിക്കാൻ 1 രൂപ ഉള്ളവർക്ക് പറ്റും. രൂപത്തോടുകൂടിയവനാണ്. അർവക്തനാഭിഹി നാമരൂപ ആകൃതിഭിഹി രൂപനിരൂപണം. അങ്ങനെയുള്ള പരമനായ ഈശ്വരനെ സ്തുതിക്കാൻ അർഹതിപുമാനം ഏതൊരു പുരുഷനെ സാധിക്കുന്നു? ഞങ്ങൾക്ക് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്തുതിക്ക് അങ്ങ് യോഗ്യനല്ല, ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ വാക്യ പറയൂ. ഞങ്ങളുടെ ഗുരുജനങ്ങൾ പണ്ടു മുതൽ പഠിപ്പിച്ചാണ് നമോ നമ, നമോ നമ എന്ന് മാത്രം. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതാ പറയുന്നേ, ഇത്തുക്കുകൾ സദസ്യ ഗൃഹപതി. യജ്ഞത്തിലുള്ള 3 ആൾക്കാരുടെ പേര് പറഞ്ഞാണ്. ഇവരെ ഇങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിച്ചത്. അർഹഫി മുഹുരത്തമാ അർഹഫി മുഹുര അർഹത്തമാർഹണമസ്മാകം അനുപധാനം നമോ നമൈത്യേതാവത് സതുപശിക്ഷിതം ഓർഹതിപുമാൻ പ്രകൃതി ഗുണം വ്യതികരമതി അനീശ ഈശ്വരഫ്യ പരഫ്യ പ്രകൃതി വൃഷയോ അർവക്തനാഭി നാമരൂപാകൃതിഭി രൂപനിരൂപണം അർഹഫി മുഹുരർഹത്തമാർഹണമസ്മാകം അനുപധാനം നമോ നമൈത്യേതാവത് സതുപശിക്ഷിതം ഓർഹതിപുമാൻ പ്രകൃതി ഗുണം വ്യതികരമതി അനീശ ഈശ്വരഫ്യ പരഫ്യ പ്രകൃതി പുരുഷയോർ അർവക്തനാഭി നാമരൂപ ആകൃതിഭി രൂപനിരൂപണം അർഹഫി മുഹുഹു അർഹത്തമ അർഹണം അസ്മാകം അനുപധാനം നമോ നമ ഇതി ഏതാവത് സദ് ഉപശിക്ഷിതം അർഹതി പുമാൻ പ്രകൃതി ഗുണ വ്യതികരമതി അനീശ ഈശ്വരസ്യ പരസ്യാം പ്രകൃതിഭ്യോഃ അർവക്തനാഭിഃ നാമ രൂപ ആകൃതിഭിഃ രൂപനിരൂപണം അർഹസ്യ മുഹുര അർഹത്തമ അർഹണമസ്മാകമനുപധാനം നമോ നമൈത്യേതാവത് സതുപശിക്ഷിതം ഓർഹതിമാൻ പ്രകൃതിഗുണം വ്യതികരമതിഃ അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോർ അർവക്തനാഭി നാമരൂപാകൃതിഭി രൂപനിരൂപണം അർഹസ്യ മുഹുരർഹത്തമാർഹണമസ്മാകമനുപധാനം നമോ നമൈത്യേതാവത് സതുപശിക്ഷിതം ഓർഹതിപുമാൻ പ്രകൃതിഗുണം വ്യതികരമതി അനീശ ഈശ്വരസ്യ പരസ്യ പ്രകൃതിപുരുഷയോർ അർവക്തനാഭി നാമരൂപാകൃതിഭി രൂപനിരൂപണം സകലജന നികായൗ വ്രജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈക ദേശകഥനാത് ഹൃദേ. സകലജന എല്ലാ ജനസമൂഹങ്ങളുടെയും, സകല ജന നികായം കൂട്ടം, സകല ജന നികായം എല്ലാ ജനങ്ങളുടെയും കൂട്ടം, വ്രജിനം പാപം എല്ലാ ജനസമൂഹത്തിൻ്റെയും പാപത്തെ നിരസനം നശിപ്പിക്കുക, ഇല്ലാതാക്കൽ. സകല ജനങ്ങളുടെയും പാപത്തെ ഇല്ലാതാക്കി തീർക്കാൻ തക്ക വിധം
ശിവതമം മംഗളകരമായ ശിവതമം ശിവതമ പ്രവരം ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ ഗുണഗണ ഏകദേശ കഥനാത് ഹൃദയ ഭഗവത് ഗുണഗണങ്ങളുടെ ഏകദേശത്തെ പറ്റി പറയുക എന്നത് ഒഴിച്ച് ഹൃദയ കൂടാതെ ഒഴിച്ച് അങ്ങയുടെ അതിശ്രേഷ്ഠമായ ഗുണഗണങ്ങളുടെ ഒരു ഏകദേശം പാടി പുകഴ്ത്തുക അത്ര മാത്രമേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. ഇതൊഴികെ മറ്റൊന്നിനും ഞങ്ങൾക്ക് ശക്തിയില്ല. സകല ജനങ്ങളിലെയും പാപം തീർക്കാൻ തക്ക വിധം അത്യന്ത പരിശുദ്ധങ്ങളും ഉത്കൃഷ്ടങ്ങളും അനന്ത ഗുണങ്ങളുമുള്ള അങ്ങയുടെ ഒരംശത്തെ കുറിച്ച് പാടി പുകഴ്ത്താൻ പോലും ഞങ്ങൾക്ക് ശക്തിയില്ല. പിന്നെ ഞങ്ങളെങ്ങനെ പാടി പുകഴ്ത്തും? ഇത് ഞങ്ങൾ അശക്തരാണ്. അതുകൊണ്ട് ഞങ്ങൾ നമോ നമ ഇത് മാത്രമേ പറയുന്നത്. പാടി പുകഴ്ത്താനുള്ള വൈഭവം ഞങ്ങൾക്കില്ല. പാടി പുകഴ്ത്തി കഴിഞ്ഞാൽ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ചെറിയൊരു വസ്തുവായിട്ട് മാറും. ഒരിക്കലും അങ്ങ് അപരിമേയനാണ്, അഗണ്യനാണ്, അപ്രമേയനാണ്. അങ്ങനെയുള്ള അങ്ങയെ ഒരു ഞങ്ങളുടെ ചെറിയ സ്തുതിയിൽ ഞങ്ങളുടെ സ്തോത്ര വിഷയത്തിൽ ഉൾപ്പെടുത്തി ഒരു ചെറിയ വസ്തുവാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നില്ല. നമോ നമ ഇത്യേതാവദേവ ഇത്ര മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. സകല ജനനികായ വ്രജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകാദശേ ഗുണഗണൈകദേശ കഥനാത് ഹൃദയ സകല ജനനികായ വ്രജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകദേശ കഥനാത് ഹൃദയം സകല ജനനികായ വ്രജിന നിരസന ശിവതമ പ്രവര ഗുണഗണൈകദേശ കഥനാത് ഹൃദയ കഥനാത് ഹൃദയ കഥനാത് ഹൃദയ. ഇത് എന്താണ്? ഈ സ്തുതി കുറച്ചുണ്ട്, നീണ്ടുപോകുന്നൊരു സ്തുതിയാണ്. കാരണം യജ്ഞപുരുഷനായ ഭഗവാനെ നേരിട്ട് കണ്ടപ്പോൾ ഇവർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദം കൊണ്ടും സന്തോഷം കൊണ്ടും സ്തുതിക്കാൻ അറിയില്ലെങ്കിലും ഞങ്ങൾ എന്താണ് ചില വാക്കുകൾ മാത്രം അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മുടെ സമയം തന്നായിരിക്കാണ്. 6ാമത്തെ ശ്ലോകം മുതൽ ദിവസത്തേക്ക് മാറ്റിവെക്കാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സത്യത്തിൽ ഭഗവാനെ നമ്മൾ സ്തുതിക്കാൻ ഒരുങ്ങുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണില്ലേ? അതെ, നമ്മളെ സ്തുതിയിൽ ഒതുങ്ങിപ്പോവല്ലേ? അതാണ് അജ്ഞതയാണത്. സ്തുതിക്കുന്നത് പോലും അത്രയ്ക്കും അനുപമമാണ്. അതെ, അത്രയ്ക്ക് അപ്രമേയമാണ്, അവർണ്യമാണ്, അപ്രമേയമാണ്. എത്ര കാലം സ്തുതിച്ചാൽ അത് പൂർണ്ണമാകും. അതുകൊണ്ട് ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, നമോ നമ. നമോ നമ. അത് മതി, അത് മതി. വിദഗ്ധ അതിലെല്ലാം ഉണ്ട്, വ്യക്തികളെ കൊണ്ട് അതിൽ കവിഞ്ഞൊന്നുമില്ല. അതെ അതെ അതെ. വർണ്ണിച്ചു കഴിയുമ്പോ തീർന്നില്ലേ അത്? അതുകൊണ്ടാണ് ഇതിൽ കവിഞ്ഞൊരു സ്തുതിയില്ല സത്യത്തിൽ. എന്നാ ഒന്നും പറഞ്ഞുമില്ല. ഒന്നും പറഞ്ഞു, എന്നാ ഏറ്റവും ഉത്കൃഷ്ടമാവുകയും ചെയ്തു. അതെ, എല്ലാം അതിൽ ഉൾക്കൊണ്ട് താഴും. എല്ലാം ഉൾക്കൊണ്ട്. അതെ, അത് ആ സാഹചര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നമോ നമ എന്ന് പറയുന്നത്? അതെ, എന്റെ ആ വിശാലത, അഗാധത എല്ലാം അതിലാ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ സ്തുതിക്കുമ്പോൾ ഈ വിചാരം നമുക്ക് ഉണ്ടാവണം, ഇത് അപൂർണമാണ്, അപൂർണമാണ്, അപൂർണമാണ്. ഏകദേശ ഭാഗത്തെ മാത്രമേ നമുക്ക് സ്തുതിക്കാൻ പറ്റുന്നുള്ളൂ. അതെ അതെ. സംശയങ്ങൾ തീർന്നില്ല. നാളെ ഉച്ചയ്ക്ക് വേണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി.
നമസ്തേ. നമസ്തേ. നമസ്തേ.